എജുപ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ അശ്വതി എന്ന കഥ എല്ലാവരും ഇപ്പോൾ വായിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് കഥ വായിക്കുമ്പോൾ തോന്നിയത്? സന്തോഷം തോന്നി. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടിക്ക് കഥാനായകൻ കൊടുക്കുന്ന മിഠായി ഉണ്ട്, അവർ കാണിക്കുന്ന സ്നേഹമുണ്ട്, ഏതോ അറിയാത്ത ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു ചെറിയ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം. തീർച്ചയായിട്ടും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഭാവസുന്ദരമായി നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു കഥയാണ് അശ്വതി. അപ്പൊ എന്താണ് ഈ കഥ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അത് നോക്കണം. എന്താണ് കഥ? എന്താണ് കഥ? കഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഇതിവൃത്തം, ഒരുപക്ഷെ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ സംഭവിക്കാൻ ഇടയുള്ളതാവാം. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു കഥാതന്തുവിനെ വായനക്കാരൻ്റെതാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വായനക്കാരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വായനക്കാരന് തൻ്റെതാണെന്ന് തോന്നുന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കഥ എന്ന് പറയുന്നത്. അപ്പോഴാണ് കഥ എഫക്റ്റീവ് ആകുന്നത്. വായനക്കാരന് തോന്നണം ഇത് എൻ്റെ കഥ കൂടിയാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുപാടിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുമ്പോഴാണ് കഥ ഏറ്റവും മികച്ചതാവുക എന്നാണ്. നമ്മളൊക്കെ ഇങ്ങനെ കഥ പറയാറില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടിക്കാലത്ത് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിൽ ചില ദിവസം ഒരുപക്ഷെ കളിക്കാൻ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന്, ചെറിയൊരു അപകടം, വലിയ അപകടമല്ല, ചെറിയൊരു അപകടം പറ്റിയെന്ന് വിചാരിക്കും. വീട്ടിൽ പറയാതെയാണ് കളിക്കാൻ പോയത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചെന്താ പറയാ? കളിയുമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ അതിലേക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കല്ല് തടഞ്ഞിട്ട് വീണിട്ട് ഇതാ നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടെല്ലാം പൊട്ടിയിട്ട് നോക്കിയാട്ടെ. ഇങ്ങനെ വളരെ വിദഗ്ധമായി യഥാർത്ഥ സംഭവത്തെ ചിലപ്പോൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ, ചിലപ്പോൾ അതിൻ്റെ അംശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടോ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളെന്താ ചെയ്യുന്നത്? ഒരു കഥ പറയുകയാണ്. ഒരു കഥ പറയുകയാണ്. ഒരു നിങ്ങൾ വീണു പൊട്ടി എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുകയും ആ സംഭവം മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കഥയാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കഥാകാരന്മാരാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സാധാരണ പറയാറുണ്ട് എല്ലാ കഥാകാരന്മാരും നുണയന്മാരാണ് എന്നാണ്. നുണ പറയുന്നവർ അല്ലെങ്കിൽ നല്ല കഥാകാരന്മാരാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരു കാര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവാണ്. നമ്മളൊക്കെ കഥാകാരന്മാരാണ്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ? കഥ എഴുത്തും കഥ പറച്ചിലും തമ്മിലുള്ളൊരു മാറ്റമുണ്ട്. നമ്മളൊക്കെ കഥ കേട്ട് വളർന്നവരാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെയുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു കാട്ടിൽ ആമയും മുയലും ഉണ്ടായിരുന്നു. ചിത്തിരപുരം എന്നൊരു ഗ്രാമത്തിൽ എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കഥ പറച്ചിലാണ്. കഥ പറയുക എന്ന് പറയുന്നതും ഭാവനാത്മകമായി ചിന്തിച്ചെടുക്കുന്നതോ അറിയാവുന്നതോ ആയ കാര്യമാണ് ഒരുപക്ഷെ പറയുന്നയാൾ പറയുക. അതെങ്ങനെയാ? താളാത്മകമായി ഭാവത്തോടു കൂടിയാണ് പറയുക. അപ്പൊ അത് കേട്ടിരിക്കാനും അതിൽ ലയിക്കാനും നമുക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് കഥ എഴുത്തിലേക്ക് വരുമ്പോഴോ ഇവിടെയാണ് ചെറിയൊരു മാറ്റമുള്ളത്. കൂട്ടുകാർ കഥ എഴുതുമ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ കഥ പറച്ചിലിന്റെ സ്വാധീനത്തിൽ, അഥവാ അങ്ങനെ കുറെ കഥകൾ കേൾക്കുകയും വായിക്കുകയും, ബാലമാസികളിലൊക്കെ അത്തരം കഥകളാണ് വരുന്നത്. കഥ പറച്ചിലിന്റെ സ്വഭാവമുള്ള കഥകളാണ്. അത് വായിക്കുകയും ഒരുപക്ഷെ കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എഴുതുമ്പോഴും ആ രീതിയിലാണ് പലപ്പോഴും കഥ എഴുതുക. പക്ഷെ അത് എല്ലാ കഥകളും വിജയിക്കണമെന്നില്ല. ചില കഥകൾ വിജയിച്ചേക്കാം. പക്ഷെ സ്വാഭാവികമായിട്ടും കഥ പറച്ചിലും കഥ എഴുത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. കഥ എഴുത്തിലേക്ക് വരുമ്പോൾ അത് കുറെ കൂടി സങ്കീർണമാകുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും കഥാകാരന്മാരാണ്. നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയണമെന്നില്ല. എന്തുകൊണ്ടാണത്?
പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ താളവും ഭാവവും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു പക്ഷെ അത് എഴുതി ഫലിപ്പിക്കുമ്പോൾ ഉചിതമായ ഭാഷ പ്രയോഗിക്കാൻ കഴിയില്ല. ഉചിതമായ രീതിയിൽ അത് എഴുതി അവതരിപ്പിക്കാനുള്ള പ്രയാസമുണ്ടാകും. ഇപ്പൊ സ്വാഭാവികമായിട്ടും കഥ എഴുത്തും കഥ പറച്ചിലും തമ്മിൽ മാറ്റമുണ്ട്. എന്താണതെന്ന് നോക്കാം. കഥ എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു തുടക്കം കിട്ടും. എന്താ തുടക്കം എന്ന് വെച്ചാൽ, പണ്ട് പണ്ട് ഒരിടത്ത് എന്നൊക്കെ പറയുമ്പോൾ വായനക്കാരൻ അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നില്ല. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കഥ തന്നെ നമുക്ക് നോക്കാം. അതായത് ഒരു കാട്ടിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു എന്നെഴുതുമ്പോഴും വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ അമ്മൂമ്മ ഒന്ന് ഞെട്ടി. രണ്ടും ഒരേ കഥയാണ്. അതിന് തുടക്കം മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. രണ്ടാമത്തെ വാചകം പറയുമ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മൂമ്മ ഞെട്ടി എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് 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 എന്താണ്. വായനക്കാരനൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്നു. ഇത് കഥ എഴുത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആകർഷകമായ അല്ലെങ്കിൽ നാടകീയമായ വായനക്കാരനെ മുന്നോട്ട് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തുടക്കം ഉണ്ടാവണം. ആദ്യത്തെ, അതായത് ഒരിടത്ത് അല്ലെങ്കിൽ ഒരു കാട്ടിൽ അപ്പൂപ്പനും അമ്മയും ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ജിജ്ഞാസ ഉണ്ടാവില്ല. അതിന്റെ താളാത്മകതയിൽ ആ കഥ പറയുന്നയാളുടെ ഭാവത്തിൽ നമ്മളത് ഇങ്ങനെ കേട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ കഥ വായിക്കുമ്പോൾ നമുക്കതിൽ യാതൊരു താല്പര്യവും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് കഥ പറച്ചിലും കഥ എഴുത്തിലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എഴുതി ഫലിപ്പിക്കണമെങ്കിൽ ഭാഷ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്ന ഒരു കഥാതന്തു വളരെ ജിജ്ഞാസാപൂർണമായി വായനക്കാരുടെ മുന്നിൽ എഴുതി അവതരിപ്പിക്കുന്നത് നമുക്ക് കഥയെന്ന് പറയാം. അപ്പൊ ഈ കഥാതന്തു എവിടെയാണ് ഉണ്ടാവുക? ഈ കഥാതന്തു കണ്ടെത്തണമെങ്കിൽ വേറിട്ട ചിന്ത അത്യാവശ്യമാണ്. എൻ്റെ ചുറ്റുപാടിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത്, അടുക്കളയിൽ, സ്വീകരണ മുറിയിൽ, എൻ്റെ പുരയിടത്തിൽ, എൻ്റെ കളിസ്ഥലത്തിൽ, എൻ്റെ ക്ലാസ് മുറിയിൽ, അല്ലെങ്കിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ കഥാതന്തുക്കൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കഥയുടെ ബീജം എന്നാണ് പറയുക, കഥാതന്തു. അതിനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നതിനനുസരിച്ച് കഥ മാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇവിടെ അശ്വതി എന്ന കഥയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. കഥ എല്ലാവരും വായിച്ചതാണ്. ഒരു കുഗ്രാമത്തിൽ ഒരു പീടികയിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കഥാകാരൻ തന്നെ, എഴുതിയ ആള് തന്നെ, ആഖ്യാതാവ് വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം കാണിക്കുന്ന, വാത്സല്യം കാണിക്കുന്ന, അനുകമ്പാപൂർണമായ സ്നേഹം കാണിക്കുന്ന ഒരു കഥയാണ് അശ്വതി എന്ന് പറയുന്നത്. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? നേരം സന്ധ്യാകാറായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു, അല്ലെ? പീടികയിൽ നല്ല തിരക്കാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന്. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും മഴ തീർന്നിട്ട് വേണം വീട്ടിലെത്താനുള്ള ധൃതിയാണ്. വളരെ കൃത്യമായിട്ടൊരു ചിത്രം വരച്ചിരിക്കുകയാണ് കഥാകൃത്ത്. എന്തുകൊണ്ടാണ് വൈകുന്നേരം ആയതല്ലേ സന്ധ്യയായത്? ഇതിനെ മഴയുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? കുന്നു കയറി പോവാനുള്ള പ്രയാസം, ഇതൊക്കെ കഥയിൽ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ കഥയുടെ ആത്മാവുമായി തൊട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ് എന്നുള്ളതാണ്. ഒരു കൃത്യമായ ഒരു പശ്ചാത്തലം തരുന്നു. അതായത് മഴയായതുകൊണ്ട് മഴ തോർന്നിട്ട് പോകാമെന്ന് കരുതി പിന്നെ കുന്നു കയറി പോവാനുള്ള പ്രയാസം, ഇതൊക്കെയാണ് ഒരുപക്ഷെ വൈകുന്നേരം സന്ധ്യാസമയത്ത് കഥാനായകനെ അല്ലെങ്കിൽ കഥ പറഞ്ഞയാളെ പീടികയിൽ എത്തിക്കുന്നത്. വീട്ടിൽ സാധനങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നീട് ആ പീടികയുടെ ഒരു ചിത്രമാണ് നമുക്ക് തരുന്നത്. നോക്കണം, സന്ധ്യാസമയത്ത് സാധാരണ ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു പീടിക തിണ്ണയിൽ അല്ലെ ഒരു പീടികയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വരച്ചു കാട്ടുകയാണ് ടി പത്മനാഭൻ. അവരുടെ തിരക്ക്, ആവലാതികൾ എന്തൊക്കെയാണ്? എനിക്ക് വെളിച്ചെണ്ണ മാത്രം മതി, ഇത് കിട്ടിയിട്ട് വേണം പോയിട്ട് കഞ്ഞി വെക്കാൻ, വീട്ടിൽ കുട്ടികളേ ഉള്ളൂ,
ഇങ്ങനെ വിവിധ തരത്തിലുള്ള സംഭാഷണങ്ങൾ, അതും സ്ത്രീകൾ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപക്ഷെ ബീഡി കമ്പനിയിലോ മറ്റോ പണിയെടുത്തിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ സാധനം വാങ്ങിച്ചു പോകാനുള്ള ധൃതി വളരെ കൃത്യമായിട്ട് ആ ഭാഗത്ത് എഴുത്തുകാരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാക്ഷിയെ പോലെ നിൽക്കുകയാണ് എഴുത്തുകാരൻ. ഇതെല്ലാം കണ്ടും കേട്ടും തൻ്റെ ചുറ്റുപാടിനെ കൃത്യമായി വിശകലനം ചെയ്ത് എല്ലാം കാണുന്ന ഒരാളായിട്ട് കഥാകാരൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് കഥാകാരൻ ഒരു കുട്ടിയെ കാണുന്നത്. അല്ലെ, പീടികയിൽ വന്നൊരു കുട്ടി. നോക്കൂ, ആ കുട്ടിയെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഒറ്റ വാചകം മതി. അതെന്താണ്? പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ചെടിയുടെ ദൈന്യം. എത്ര കൃത്യമാണെന്ന് നോക്കൂ. അതായത് ആ കുട്ടിയുടെ ഒരു ദൈന്യാവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദാരിദ്ര്യം, ആ കുട്ടിയെ അധികം ശ്രദ്ധിക്കാത്തതിന്റെ പ്രയാസം, കഷ്ടപ്പാടും ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ ഒറ്റ വാചകത്തിൽ വരികയാണ്. അതാണ് പ്രയോഗഭംഗി എന്ന് നമ്മൾ പിന്നീട് പറയുന്നത്. പ്രയോഗഭംഗിയുള്ള പദങ്ങൾ, വാക്യങ്ങൾ. പറിച്ചു നട്ടതിനാൽ വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ചെടിയുടെ ദൈന്യം. നമ്മുടെ ചുറ്റുപാട് നമുക്കറിയാം. ഒരു ചെടി വിത്ത് പാകി മുളച്ച് നമ്മളത് പറിച്ചു നടും. പറിച്ചു നടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ ചെറിയ ചില്ലിയൊക്കെ വെച്ച് അതിനൊരു തണല് കൊടുക്കുന്നതും അതിന് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്താലേ ചെടി പിന്നീട് നന്നായിട്ട് വളരും. ഇവിടെ പറിച്ചു നട്ട ചെടിയാണ് ഒരു പ്രയോഗമാണ്, പറിച്ചു നട്ട ചെടി. അപ്പോൾ യഥാർത്ഥത്തിൽ പറിച്ചു നട്ടത് എന്ന് പറയുമ്പോൾ കഥാകാരൻ പക്ഷെ ആ പ്രദേശത്തുള്ള ഒരാൾക്ക് അറിയുന്നൊരു കുട്ടിയല്ല, മറ്റെവിടെയോ ഉള്ള ഒരാളാണ്. അത് സൂചിപ്പിക്കുകയാണ് പറിച്ചു നട്ടതിന് ശേഷം. വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ചെടിയുടെ ദൈന്യം എന്ന് വെച്ചാൽ എന്താ? ആ കുട്ടിക്ക് പരിലാളന അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പരിചരണം കുട്ടിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് കുട്ടിയുടെ രൂപം പിന്നീട് കഥാകാരൻ വർണ്ണിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പാറിപ്പറന്ന എണ്ണമയമില്ലാത്ത മുടിയും മുഷിഞ്ഞ വസ്ത്രവും, ഇല്ലേ? വളരെ കൃത്യമായിട്ട് ആ ഒരു കുട്ടിയുടെ ദൈന്യാവസ്ഥ ഒരു എന്താ പറയേണ്ടത്, ഒരു വാങ്മയ ചിത്രം പോലെ കഥാകാരൻ അവതരിപ്പിക്കുകയാണ്. ആ വാങ്മയ ചിത്രത്തിന് ശേഷം കഥാകാരനെ എന്തുകൊണ്ടാണ് കുട്ടിയെ ആകർഷിച്ചത്? ഒരു കാരണം വേണമല്ലോ. യുക്തിഭദ്രത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കഥയിൽ. വായിക്കുമ്പോൾ വായനക്കാരന് തോന്നണം, ആ അതൊരു ശരിയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടല്ലേ. ഇവിടെ കുട്ടിയുടെ സാമാന്യം വലിപ്പമുള്ള കണ്ണുകൾ, ഓരോ ഒരാൾക്കും ഓരോ ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഒരുപക്ഷെ കുട്ടിയുടെ ഈ രൂപത്തെക്കാളും കുട്ടിയുടെ സാമാന്യം വലിപ്പമുള്ള കണ്ണുകൾ, അതായത് സാധാരണഗതിയിൽ കൂടുതൽ വലിപ്പമുള്ള കണ്ണുകളാണ് കഥാകാരനെ ആദ്യം ആകർഷിച്ചത്. കഥാകാരൻ കുട്ടിയോട് പേര് ചോദിക്കുകയാണ്. കുട്ടി പറയുന്നില്ല. എന്തുകൊണ്ടാ? സാധാരണ അങ്ങനെ തന്നെയാണ്. പരിചയമില്ലാത്ത ഒരാൾ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ ചെറിയ കുട്ടികൾ ഇടപെടില്ല. അപ്പൊ രണ്ടാമത് ചോദിച്ചപ്പോ അശ്വതി എന്ന് പറയുകയും കുട്ടിയുടെ മുഖത്ത് ഭയവും നാണവും ഒക്കെ കാണുന്നുണ്ട്. ഒരു പേടിയുണ്ട്, അപരിചിതത്വമുണ്ട്, അറിയാത്തതിൻ്റെ ഒരു വിഷമം കുട്ടിയുടെ മുഖത്തുണ്ട്, കണ്ണുകളിലുണ്ട്. അശ്വതി എന്ന് പേര് പറയുന്നു. നല്ല പേര് എന്ന് കഥാകാരൻ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പീഡിയക്കാരൻ പരിചയമുള്ള ആളാണ് കഥാകാരൻ. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അവിടെയും ഒരു സാമാന്യ ബോധം എഴുത്തുകാരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിക്ക് കൊടുക്കൂ, നേരത്തെ വന്നതല്ലേ, എന്നേക്കാൾ മുമ്പേ വന്നതല്ലേ, എന്നിട്ട് കുട്ടിയോട് ഒരു അടുപ്പം കാണിക്കാനുള്ള ശ്രമം അല്ലേ. കുട്ടിയോട് ചോദിക്കാം, ശരിയല്ലേ ഞാൻ പറഞ്ഞത്, നീ നേരത്തെ വന്നതല്ലേ. മുഴുവനൊന്നും പറയുന്നില്ല കേട്ടോ, ചില വാചകങ്ങളുണ്ട്, അതൊക്കെയാണ് നിങ്ങൾ നോക്കുക. കുട്ടിയോട് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ ഒരു കാര്യം പറയുകയാണ് എഴുത്തുകാരൻ. അപ്പോഴാണ് കടക്കാരൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. കുട്ടിയുടെ കൈ ഒരു മിഠായി ഭരണിയുടെ മുകളിലാണ് ഉള്ളത്. ഭാഷ അറിയാത്തതിന്റെ പ്രശ്നം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടിയോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഈ മിഠായി ഭരണിയുടെ മുകളിൽ വെച്ച തന്റെ കൈ ഒന്ന് നീട്ടി കാണിക്കുകയാണ്. അവിടെയും കഥാകാരൻ പറയുന്ന ക്ലാവ് പിടിച്ച ഒരു 20 പൈസ തൊട്ട്, ക്ലാവ് പിടിച്ചത്, അതിനെ 20 പൈസ തൊട്ട് എന്ന് പറഞ്ഞാൽ പോരെ. യഥാർത്ഥത്തിൽ കഥ വ്യക്തമാണ്, സംശയമൊന്നുമില്ല, കുട്ടിയുടെ കയ്യിൽ 20 പൈസയേ ഉള്ളൂ എന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ക്ലാവ് പിടിച്ച എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്? നമ്മൾ നേരത്തെ കുട്ടിയുടെ ദൈന്യാവസ്ഥ
വളരെ കൃത്യമായിട്ട് ചിത്രണം ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിനോട് ചേർത്ത് വെക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയെ ക്ലാവ് പിടിച്ചത്, പഴകി അധികം ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചത്, അതായത് അങ്ങനെയാ അതിന്റെ മുകളിൽ ഇങ്ങനെ ക്ലാവ് വരിക. ആ ക്ലാവ് പിടിച്ചത് എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ കുട്ടിയുടെ ദൈന്യാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ഓർമ്മിക്കുക. അത്തരം പ്രയോഗങ്ങളുണ്ട്. പിന്നീട് അപ്പോൾ കടക്കാരൻ പറയുന്ന ഒരു കാര്യം എന്താ? അയ്യോ എൻ്റെ മോളെ, അതിന് 50 പൈസയാണ്, 50 പൈസ, 20 പൈസയുടെ തുട്ടേ കയ്യിലുള്ളൂ, പക്ഷെ ആ മിഠായിക്ക് 50 പൈസയാണ് എന്ന് പറയുകയും കടക്കാരൻ നേരെ വീണ്ടും അടുത്തയാൾ അല്ലെങ്കിൽ കഥാകാരൻ നേരെ തിരിയുന്നു. എന്താ വേണ്ടത്? അരി വേണ്ടേ? എത്രയാ വേണ്ടത്? സ്വാഭാവികമായിട്ട് ഒരു കടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ ഒരു സാധനത്തിന് പോകുന്നു, അയാളുടെ കയ്യിൽ സാധനത്തിന് വേണ്ട പൈസ ഇല്ല എങ്കിൽ പിന്നെ കടക്കാരൻ കൊടുക്കുമോ? സ്വാഭാവികമായിട്ട് സാധ്യതയില്ല. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, കടക്കാരൻ ചെയ്തത് ശരിയോ തെറ്റോ, നിങ്ങൾ ആരുടെ പക്ഷമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കടക്കാരൻ, ഒരു വിൽപ്പനക്കാരന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം കാണണം. വിൽപ്പനക്കാരൻ എന്തിനാ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നത്? വിറ്റ വില, വാങ്ങിയ വില, ലാഭം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അയാളുടെ ഒരു ഉപജീവന മാർഗമാണ്. അയാൾക്ക് നഷ്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല, അയാൾക്ക് വലിയ കടത്തിലേക്ക് പോകും. അപ്പോ ഇവിടെ കടക്കാരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കഥ തീരുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ആലോചിക്കാം. എന്തായാലും ഇത് കണ്ടിട്ട് കഥാകാരന് എന്തോ ഒരു പ്രയാസമുണ്ട്. അദ്ദേഹം ആ മിഠായി ഭരണികളിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണ്. അവിടെ പല വർണ്ണങ്ങളിലുള്ള കടലാസിൽ പൊതിഞ്ഞ പിടിയുള്ളതും പിടിയില്ലാത്തതുമായ ഒരുപാട് മിഠായികളുണ്ട്. അതിൽ നിന്നൊരു മിഠായി എടുക്കുകയാണ്, ഒരു പിടിയുള്ള മിഠായി, കൈ പിടിയുള്ള മിഠായി, നമ്മൾ പറയും കോലുമിഠായി അല്ലെ? ഒരു കോലുമിഠായി എടുക്കുകയാണ്. പീഡിയക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ലോലിപ്പോപ്പാ, 1.5 ഉറുപ്പിക വില. 20 പൈസയുടെ ഒരു മിഠായി അല്ലെ 50 പൈസയുടെ മിഠായി വാങ്ങാൻ ഒരു 20 പൈസയുമായി വന്ന ഈ കുട്ടിക്ക് കൊടുക്കാനായിരിക്കും എന്നുള്ള തോന്നൽ തന്നെയാണ്. ഇത്രയധികം കൊടുക്കണോ അല്ലെ? 1.5 ഉറുപ്പിക വില ലോലിപ്പോപ്പ എന്ന് പറയുമ്പോ ആ ശബ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റം യഥാർത്ഥത്തിൽ കടക്കാരൻ അറിയാം ഇത് കുട്ടിക്ക് കൊടുക്കാനായിരിക്കും. അതുകൊണ്ടാണ് 1.5 ഉറുപ്പിക അത്രയെല്ലാം വേണോ എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കഥാകാരൻ അതിൽ നിന്ന് ഒരു ലോലിപോപ്പ് എടുത്ത് ഈ കുട്ടിക്ക് നേരെ നീട്ടുന്നു. കുട്ടി വാങ്ങോ? എന്തായിരിക്കും? കുട്ടി ആദ്യം വാങ്ങിയില്ല, സംശയം വേണ്ട. അപരിചിതത്വമുണ്ട്, അറിയാത്ത ആളാണ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ വാങ്ങിക്കുള്ളൂ. കുട്ടി മടിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ മടിച്ചു നിൽക്കുന്ന കുട്ടിയോട് ഒന്നുകൂടി ചേർന്ന് അല്ലെങ്കിൽ കഥാകാരൻ പറയുമ്പോഴും കുട്ടി വാങ്ങിക്കുന്നില്ല. അവസാനം കടക്കാരൻ എന്ത് ചെയ്യുന്നു? കടക്കാരൻ ഈ കുട്ടി കഥാകാരന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി കുട്ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അച്ചാച്ചൻ തരുന്നല്ലേ, മേടിച്ചോ. എന്തുകൊണ്ടാണ് ഇതെങ്ങനെ? കടക്കാരൻ കൊടുക്കുമ്പോ കുട്ടി വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കടക്കാരന് കുട്ടിയെ മുന്നേ പരിചയമുണ്ട്, കുട്ടിക്ക് കടക്കാരനെയും പരിചയമുണ്ട്. പക്ഷെ കഥാകാരന് കുട്ടിയെ പരിചയമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് കഥാകാരന് പരിചയമില്ല. അതുകൊണ്ട് അപരിചിതനായ ഒരാളിൽ നിന്ന് കുട്ടി വാങ്ങിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് കടക്കാരൻ കൊടുത്തപ്പോൾ വാങ്ങുകയും പിന്നീട് കഥാകാരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കിട്ടിയൊരു സന്തോഷമാവാം. പക്ഷെ എന്നാലും കുട്ടി തൃപ്തിയല്ല എന്നുള്ളത് ആ വാക്കുകളിലുണ്ട്. അങ്ങനെ ഈ കോലുമിഠായി വാങ്ങിയിട്ട് കുട്ടി തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കടക്കാരനൊരു വിഷമം. എന്താ വിഷമം? ഏതോ ഒരാള് ആ കുട്ടിക്ക് ഇതാ ഒരു ലോലിപോപ്പ് മേടിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആവണ്ടേ? ഇതാണ് ഒരു പക്ഷേ സന്നിവേശിക്കപ്പെടുന്ന സ്നേഹം എന്ന് പറയുന്നത്. ചില പ്രവൃത്തികൾ ചിലയാൾ ചെയ്യുന്ന കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും തോന്നുക അതെനിക്ക് കൂടി ആവാമായിരുന്നു. എൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ രീതി വെച്ചുകൊണ്ട് എനിക്കാവുന്ന രീതിയിൽ കുട്ടിയോട് പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് തോന്നിയ കടക്കാരൻ എന്ത് ചെയ്യുന്നു? കുട്ടിയെ തിരികെ വിളിക്കുകയും ഈ കുട്ടി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കുട്ടിക്ക് ആഗ്രഹമുള്ള മിഠായി ഭരണിയിൽ നിന്നും എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കരുതുക ആ 20 പൈസ വാങ്ങില്ല എന്നാണ്. കടക്കാരൻ കൃത്യമായിട്ട് ആ 20 പൈസ വാങ്ങിക്കുന്നു.
എന്നിട്ട് കൃത്യമായിട്ട് ന്യായം പറയുന്നുണ്ട്. എന്താ ന്യായം? എന്നാലും എനിക്ക് നഷ്ടം തന്നെയാണ്. അതായത് 50 പൈസയുടെ മിഠായി 20 പൈസക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു നഷ്ടം എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ മിഠായി കൂടി കിട്ടിയപ്പോൾ കുട്ടി വളരെ സന്തോഷത്തോടെ പോകുന്നു. ഇവിടെ കുട്ടി ആരാണെന്നും എന്താണെന്നും കടക്കാരൻ പിന്നീട് പറയുന്നുണ്ട്. തീപ്പെട്ടി കമ്പനിയിൽ പണിയെടുക്കുന്ന തമിഴന്റെ മോളാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഒരു പക്ഷേ ആദ്യം പറഞ്ഞ പറിച്ചു നട്ടതിന് ശേഷം വാടിപ്പോയ ചെടിയുടെ ദൈന്യം, വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യം എന്ന പ്രയോഗത്തിന്റെ യഥാർത്ഥ സ്ഥിതി നമുക്ക് മനസ്സിലാവുക. തമിഴിന്റെ മകളാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്ന തീപ്പെട്ടി കമ്പനിയിൽ പണിയെടുക്കുന്ന തമിഴിന്റെ മോളാണ് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് കഥാകാരൻ ആ ഒരു പദപ്രയോഗം നടത്തി എന്നുള്ളത് വ്യക്തമാക്കുക. ഇങ്ങനെ കുട്ടി വളരെ സന്തോഷത്തോടെ ഓടിച്ചാടി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കഥാകാരൻ കാണിച്ചു തരുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പക്ഷെ ചിന്തയുടെ ഭാരം കൊണ്ടോ സഞ്ചിയുടെ ഭാരം കൊണ്ടോ അറിയില്ല, കഥാനായകന്റെ കഥ എഴുത്തുകാരന്റെ നടത്തം വളരെ പതുക്കെയായിരുന്നു എന്നാണ്. ഒന്ന് വളരെ പതുക്കെയും ഒന്ന് വളരെ വേഗത്തിലും. ഇതൊക്കെ കൃത്യമായിട്ട് കഥയ്ക്ക് ചില ഭാവങ്ങൾ തരുന്നുണ്ട് നമുക്ക്. കഥാകാരൻ എന്തുകൊണ്ട് പതുക്കെയായി പോയി, അല്ലെങ്കിൽ കുട്ടി എന്തുകൊണ്ട് വളരെ വേഗത്തിൽ നടന്നു, ഇവിടെ ഉണ്ടാവുന്ന മാനസിക വ്യാപാരം രണ്ടും രണ്ടാണ്. ഒന്ന് സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. സന്തോഷവും ആഹ്ലാദവും വരുമ്പോൾ നമ്മൾ ഓടിച്ചാടുക തന്നെയാണ് ചെയ്യുക. അതേ സമയത്ത് പലവിധ ചിന്തകളുടെ കനമുണ്ട്. ഒരുപക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ അത് കഥയായി പരിണമിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ തന്റെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ചോ ഒക്കെയുള്ള ചിന്തകളുടെ ഭാരം. ആള് കുന്നുകയറിയതിന്റെ ആയാസം, കുന്നുകയറി പോകാനുള്ള പ്രയാസം ആദ്യ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഞ്ചികളുടെ ഭാരനിമിത്തമാണോ എന്ന് സംശയിക്കുന്നുള്ളൂ. ചിന്തകളുടെ ഭാരനിമിത്തം കഥാകാരൻ വളരെ പതുക്കി നടന്നിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് അശ്വതി എന്ന കഥ ഏതാണ് പൂർണ്ണമാകുന്നത്. ഇവിടെ നോക്കൂ, നമുക്ക് ഒരു കഥ വളരെ ഒരു പശ്ചാത്തല വർണ്ണനയിൽ തുടങ്ങി ക്രമമായി ഇങ്ങനെ വളർന്ന് അതിൽ പറയേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ കുട്ടിയോടുള്ള സ്നേഹം, അല്ലെ, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, അനുകമ്പാപൂർണമായ സ്നേഹം, യാതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ കൊച്ചുകുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, ഇതൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. ഇത് പറയാൻ വേണ്ടി വളരെ കൃത്യമായിട്ടൊരു പശ്ചാത്തലം തിരഞ്ഞെടുക്കുകയും അശ്വതിയിലൂടെ ആ കഥ ഇങ്ങനെ പറഞ്ഞ് വായനക്കാരനെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോവുകയും കഥാകാരൻ ചെയ്യുന്നുണ്ട്. ഇത് കഥയുടെ പ്രത്യേകതയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ചില സമയത്ത് കഥാകാരൻ പ്രയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. അത് ഗ്രാമത്തിലെ പീഡികയുടെ സന്ധ്യാസമയം വരച്ചിടുന്നതിലായാലും കുട്ടിയുടെ പ്രകൃതം വരച്ചിടുന്നതിലായാലും ഒക്കെ ഉപയോഗിക്കുന്ന സവിശേഷമായ വാക്കുകളുണ്ട്, വാക്യങ്ങളുണ്ട്. പ്രയോഗഭംഗി. ഏതൊക്കെ തലത്തിലാണ് ഇത്തരത്തിൽ പ്രയോഗഭംഗിയുള്ള പദങ്ങൾ കഥാകാരൻ പ്രയോഗിച്ചിട്ടുള്ളത്? ഒന്ന് അന്വേഷിച്ച് നോക്കണേ. കഥ വീണ്ടും ഒന്ന് വായിച്ചിട്ട് അതൊന്ന് നോട്ടിൽ എഴുതി വെക്കുക. ഏതൊക്കെയാണ് പ്രയോഗഭംഗിയുള്ള, എന്തുകൊണ്ട് ആ പ്രയോഗഭംഗി? നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റ ഉദാഹരണം മതി നമുക്ക്. ഏതാണ്? പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയുടെ ചെടിയുടെ ദൈന്യം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതേപോലെ കുട്ടി എന്തുകൊണ്ട് ആദ്യം പുഞ്ചിരിച്ചില്ല, പിന്നീട് പുഞ്ചിരിച്ചു? അപരിചിത്വം മാറി ഒരു അടുപ്പം കാണിക്കുന്നത് എന്തുകൊണ്ടാവാം? അതുപോലെ തന്നെ ക്ലാവ് പിടിച്ച 20 പൈസ തൊട്ട് എന്നാലും എനിക്ക് നഷ്ടം തന്നെയാ എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ മാനസിക വ്യാപാരം. ഒരുപക്ഷെ 2 മിഠായും കിട്ടി സന്തോഷത്തോടെ പോകുന്ന കുട്ടിയുടെ മനസ്സിലെ അവസ്ഥ. ഇങ്ങനെ വളരെ പതുക്കിയേ കഥാകാരൻ നടന്നിരുന്നുള്ളൂ, എന്തുകൊണ്ടാവാം? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കഥ വായിച്ചതിന് ശേഷം വെറുതെ ചോദിക്കുക. അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവുക. അപ്പോൾ എന്താണ് പ്രയോഗഭംഗി? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്? ഇനി അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും കഥ മുന്നോട്ട് പോകും. പക്ഷെ കഥയ്ക്ക് എന്തുണ്ടാവില്ല? രുചി കുറയും.
വായനക്കാരന് ആസ്വാദ്യത കുറയും. അപ്പൊ ആസ്വാദ്യത കൂട്ടണമെങ്കിൽ ഭാഷാപരമായ ചില പ്രത്യേകതകൾ കഥയിൽ ഉണ്ടാവണം. എങ്ങനെയാണ് കഥ എഴുത്ത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഏതായാലും അശ്വതി എന്ന കഥയുടെ ചില ചിത്രങ്ങൾ ഇവിടെ